വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ KVSന്റെ കൂടെ തന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്ന മറ്റൊരു പോസ്റ്റാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നവോദയ വിദ്യാലയ സമിതിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ നവോദയ വിദ്യാലയ സമിതി നോട്ടിഫിക്കേഷനിൽ അത് ഏതൊക്കെ പോസ്റ്റുകൾ ഇപ്പോൾ ഉടനെ വിളിക്കുന്നുണ്ട്. അതായത് ഈ KVSഉം NVSഉം എല്ലാം ഏപ്രിൽ മാസത്തിൽ വിളിക്കും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം വരും അപ്ലൈ ചെയ്യാനുള്ള. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആദ്യമേ ചെയ്യുന്നത്. മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് NVSനെ പറ്റിയിട്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നുണ്ട്, ഇൻ എക്സർസൈസ് ഓഫ് ദ പവേഴ്സ് കൺഫേർഡ് അണ്ടർ ദ റൂൾസ് ഓഫ് നവോദയ വിദ്യാലയ സമിതി and with the approval of Chairman NVS, that is Honorable Minister of Education, the recruitment rules of teaching post of NVS are hereby amended, which are attended as scheduled to this notification. Okay, അപ്പം അതിൻ്റെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് NVS ഇറക്കിയിട്ടുള്ളത്. അപ്പം ഏതൊക്കെ പോസ്റ്റാണ് ഇപ്പോൾ വിളിക്കാൻ പോകുന്നത്, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എത്രത്തോളം പോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ഡീറ്റെയിലിംഗ് ഐഡിയ നിലവിൽ തന്നിട്ടില്ല. അതായത് KVSനെ പോലെ എത്ര വേക്കൻസിയാണ് ഇതിലുള്ളതെന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം അതിൻ്റെ ജസ്റ്റ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പോസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് PGTക്ക് വിളിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇത്രയാണ് PGT. നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, NVS റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ എന്തില്ല, PRT ഇല്ല. ഓക്കെ, PRT ഉണ്ടായിരിക്കത്തില്ല, PRT ഇല്ല. TGT ആൻഡ് PGT. ഓക്കെ, ഇതാണുള്ളത്. പിന്നെ അതിൽ നോൺ ടീച്ചിങ് ആയിട്ടുള്ളത് ലൈബ്രറിയൻ. ഓക്കെ, ലൈബ്രറിയനാണുള്ളത്. ഓക്കെ, അപ്പം അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമെറ്റിക്സ്. ഓക്കെ, മാത്തമെറ്റിക്സ്. നെക്സ്റ്റ് അടുത്ത് വരുമ്പോഴത്തേക്ക് എക്കണോമിക്സ്, മാത്തമെറ്റിക്സ്, എക്കണോമിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി ആൻഡ് കൊമേഴ്സ്. ഇത്രയുമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ള കാരണം KVSഉം ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. കാരണം അതിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് KVSനെ സംബന്ധിച്ചിടത്തോളം. അതിൽ BEd ചോദിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് BEd ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. നെക്സ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, PGT. നമ്മൾ മറ്റേതിൽ KVSൽ TGT ആണ് കണ്ടത്. TGT ആൻഡ് PRT ആണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണ്ടത്. ഇവിടെ PGT ആണ്, മെയിലും ഫീമെയിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെയാണ് വേറെ സ്പെസിഫൈഡ് പോസ്റ്റ് ആണ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്. അതുപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ TGT വരുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമെറ്റിക്സ്, സോഷ്യൽ സയൻസ് ആൻഡ് തേർഡ് ലാംഗ്വേജ് എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കമ്പ്യൂട്ടർ സയൻസും സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കമ്പ്യൂട്ടർ സയൻസും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആർട്സ്. അതുപോലെ തന്നെ നോക്കിക്കോളണം, നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിളിച്ചിട്ടുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇവിടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിളിച്ചിട്ടുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത്. ഓക്കെ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. നെക്സ്റ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മ്യൂസിക്. നോൺ ടീച്ചിങ് ആയിട്ട് പറയുന്നത് ലൈബ്രറിയാണ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ലൈബ്രറി കേട്ടോ, നോൺ ടീച്ചിങ് അല്ല. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ലൈബ്രറി എന്നുള്ള ഒരു പോസ്റ്റും ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം റൂൾസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അത് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ. ഓക്കെ, അപ്പം ഉടനെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ മീൻസ് ലിങ്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. NVSനെ സംബന്ധിച്ചിടത്തോളം NVSന്റെ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. KVSന്റെ ക്ലാസ്സുകളെ പോലെ തന്നെ NVSന്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ KVSന്റെ ക്ലാസ്സുകൾ, KVS, NVS, അതുപോലെ തന്നെ CTET ഇതിന്റെ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്.
അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് കിട്ടും. അത് കൂടാതെ തന്നെ അതല്ലാതെ പറ്റുന്നവർക്ക് 77 36 75 0473 എന്ന് പറയുന്ന ഈ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ, ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് RRB ടീച്ചറിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. RRB ടീച്ചർ. ഓക്കെ, RRB ടീച്ചർ അതിന്റെ കോഴ്സ് ഫീസ് 599 ആയിരുന്നു. ടോട്ടൽ ഫീസ് ഇതെല്ലാം 50% റിഡക്ഷൻ ആണ്. അതും പ്രകാരമാണ് 599. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസിന്റെ കോഴ്സ് 999 ആണ്. ഓക്കെ, HSA ജനറൽ ബാച്ച് ഉണ്ട്. ഓക്കെ, HSA ജനറൽ ബാച്ച് 499 ആണ്. അതുപോലെ LP UP യുടെ ലോങ് ടേം ബാച്ച് ഉണ്ട്. അത് ഫ്രീ ബാച്ച് ആണ്. 299 എന്ന് പറയുന്ന ഉള്ളി അഡ്മിഷൻ ഫീസ് മാത്രമുള്ള ഫ്രീ ബാച്ച് ആണ്. ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളാണ്. പ്ലസ് എല്ലാത്തിന്റെയും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് കാണാം, ലൈവ് കയറിയില്ലെങ്കിലും. പ്ലസ് നിങ്ങളുടെ PDF മെറ്റീരിയൽസ്, പ്ലസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഒരു 10,000-15,000 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്ലസ് PYQ നമ്മൾ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, PYQ കൂടെ. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ KVS, NVS, സീറ്റിന്റെ ഇതിന്റെ ഫീസ്, സ്ട്രക്ചർ, കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ നമ്പറിലോ അന്വേഷിക്കുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ കാണുന്നവർ ഈ ചാനലിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ, താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട്, സെൻട്രൽ ഗവൺമെന്റ് മറ്റ് ജോബുകളുമായിട്ട് ബന്ധപ്പെട്ട്, PSC നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, അതിന്റെ ഫ്രീ ആൻഡ് പെയ്ഡ് ക്ലാസ്സുകളൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ പ്രിൻസിപ്പലിന്റെ കാര്യവും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പലിന്റെ കാര്യവും നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നില്ല ഇവിടെ. അത് നിങ്ങൾക്ക് അറിയാം. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. താല്പര്യമുള്ളവർക്ക് ആ ഒരു ലെവലിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന്, പ്രിൻസിപ്പൽസ് അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പ് A 5 ഇയർ മീൻസ് മാസ്റ്റർ ഡിഗ്രി വേണമെന്നുള്ള കാര്യവും B.Ed M.Ed ഒക്കെ വേണമെന്നുള്ള കാര്യം ഒക്കെ നിങ്ങൾക്ക് അറിയാം, എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, പ്രിൻസിപ്പൽസിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. മെയിനായിട്ട് നോക്കുന്നത് PGT മുതലാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മുതലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് പോസ്റ്റിനെ കുറിച്ച് അവർ അറിയിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അറിയിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് B ആണ്, ലെവൽ 8 ആണ്. ഓക്കെ, പേ മാട്രിക്സ് 8 ആണ്. 8 പേ മാട്രിക്സ് 8 ഇപ്പം സാങ്ഷൻ ആവും ഏപ്രിൽ. അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം 47,600, 1,51,100 ഇതാണ് നമ്മുടെ ബേസിക് സാലറി. മീൻസ് ബാക്കി ഉള്ള ബത്തകളൊന്നും കൂടാതെ ഉള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം തുടക്കം മുതൽ ഒരു 10,80, 85, 1,00,000 രൂപ അടുപ്പിച്ചുള്ള സാലറി ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി PGTയുടെ നമ്മുടെ സാധാരണ സെൻട്രൽ ഗവൺമെന്റ് അതേപോലെ തന്നെയാണ്, നോട്ട് എക്സീഡിങ് 40 years ഏജ് എന്നുള്ളതാണ്. 40 വയസ്സ് തന്നെയാണ് NVSനും PGTക്ക് പറയുന്നത്. അതില് SC STക്ക് ഈ NVSലുള്ള എംപ്ലോയി ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. SC ST അതുപോലെ തന്നെ PH, എക്സ് സർവീസ് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ്, ഇതെല്ലാം ഗവൺമെന്റ് റൂളിന് അനുവാദികമായിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ നോക്കുമ്പോഴത്തേക്ക് SC STക്ക് ആണെങ്കിൽ, SC ST ആണെങ്കിൽ 5 yearsന്റെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBCക്ക് ആണെങ്കിൽ 3 yearsന്റെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWBD കാൻഡിഡേറ്റിന് 10 years റിലാക്സേഷൻ ഉണ്ട്. അത് SC ST ആണെങ്കിൽ 15 yearsഉം അതുപോലെ തന്നെ OBC ആണെങ്കിൽ 13 years ഒക്കെ ആ റിലാക്സേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ വുമണിന് റിലാക്സേഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ടീച്ചർ പോസ്റ്റിന് വുമനിനുള്ള റിലാക്സേഷൻ എന്ന് പറയുന്നത്, വുമന്റെ റിലാക്സേഷൻ എന്ന് പറയുന്നത് 10 year ആണ്. 10 year റിലാക്സേഷൻ കിട്ടും. ഓക്കെ, 10 yearsന്റെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അത് OBC ആണെങ്കിൽ +3 ആഡ് ചെയ്യും.
SC/ST ആണെങ്കിൽ ഇതിന്റെ കൂടെ 5 കൂടി ആഡ് ചെയ്യുക. അങ്ങനെ 13ഉം 15ഉം ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇന്റഗ്രേറ്റഡ് കോഴ്സ് എല്ലാം അംഗീകരിക്കും. ഓക്കെ, അത് കൂടാതെ ഞാൻ കോമൺ ആയിട്ടുള്ളത് പറയാണ്. 50% PG ആവശ്യമാണ്. ഏത് സബ്ജക്റ്റ് ആണോ വിളിച്ചിരിക്കുന്നത് അതിന്റെ PG 50% മാർക്ക് വേണം. അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിന്റെ B.Ed അതിനും ആ B.Edനും 50% മാർക്ക് വേണം. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എക്സ്ട്രാ ആയിട്ടുള്ള B.Edോ M.Edോ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നോർമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG പ്ലസ് B.Ed ആണ് പറയുന്നത്. അതായത് റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ PGക്കും 50% മാർക്ക് വേണം, B.Edനും 50% മാർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ PGTക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ PG കോഴ്സുകൾ PGTയുടെ സബ്ജക്ട് ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് ഉണ്ട്, PGT ഹിന്ദി ഉണ്ട്, അതുപോലെ തന്നെ PGT ഫിസിക്സ് ഉണ്ട്, PGT കെമിസ്ട്രി ഉണ്ട്, PGT മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ PGT എക്കണോമിക്സ്, PGT ബയോളജി. ഇതിന്റെ സബ്ജക്ട് കോമ്പിനേഷൻ ഞാൻ പറയാം. PGT ബയോളജി, അതുപോലെ തന്നെ PGT ഹിസ്റ്ററി, PGT ജിയോഗ്രഫി, PGT കൊമേഴ്സ്. ഓക്കെ, അപ്പം ഇതിൽ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് TGT ഇൻ ദ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺ സബ്ജക്ട്, എക്സ്പീരിയൻസ് വർക്കിംഗ് റെസിഡൻഷ്യൽ സ്കൂൾ, നോളജ് ഓഫ് കമ്പ്യൂട്ടർ. ഇത് ഡിസൈറബിൾ ആണ് കേട്ടോ, നിർബന്ധമില്ല എന്നുള്ളതാണ്. ഓക്കെ, അഭിലഷണീയമായിട്ടുള്ള യോഗ്യത പറയുന്നത്. പിന്നെ പ്രൊഫഷൻസി, ഇംഗ്ലീഷ് ഹിന്ദിയിലും പഠിപ്പിക്കാനായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. അതാണല്ലോ ഇതിന്റെ. അത് നമ്മൾ ലാസ്റ്റ് CBT ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ആ കാര്യത്തിലേക്ക് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇത് വരുമ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക, പഠിക്കുക, പരീക്ഷ എഴുതുക, CBT പാസ്സാകുക. അതിനുശേഷം നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷിന്റെ കാര്യം നമ്മൾ നോക്കാം. ഓക്കെ, അടുത്തത് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും, അതായത് PGT ടീച്ചറിനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് PGTയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരെണ്ണം വെച്ച് പറയാം. അതായത് കൺസേൺഡ് സബ്ജക്ട് ഓർ എനി സ്പെഷ്യലൈസേഷൻ കൺസേൺഡ് സബ്ജക്ട്. അതായത് നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിൽ, ഇപ്പം ഗ്രാജുവേറ്റ് ലെവലിൽ ഹിസ്റ്ററി പഠിച്ചിരിക്കണം. ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പൊ PGT ജിയോഗ്രഫി ആണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ജിയോഗ്രഫി പഠിച്ചിട്ടിരിക്കണം. ഓക്കെ, സ്പെഷ്യലൈസേഷൻ അതാണ് ഇതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അതായത് എക്സാമ്പിൾ ഇപ്പം നമ്മള് BA സോഷ്യൽ സയൻസ് പഠിച്ചിട്ട് PG ഹിസ്റ്ററി എടുക്കണം എന്ന് വിചാരിച്ചു, അത് പറ്റത്തില്ല. BA ഹിസ്റ്ററി ആയിരിക്കണം, അതുപോലെ തന്നെ PG ഹിസ്റ്ററി ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് BAക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഒരു പേപ്പർ ഹിസ്റ്ററി ആയിട്ടുണ്ടായിരിക്കണം, എന്നിട്ട് അതിന്റെ PG ഉണ്ടായിരിക്കണം. ഓക്കെ, ജിയോഗ്രഫി ആയിരുന്നാലും ഇപ്പം മെയിൻ ജിയോഗ്രഫി പഠിക്കണമെന്നില്ല. ആ പഠിക്കുന്ന മെയിൻ സബ്ജക്റ്റിൽ ഒരു ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരിക്കണം. ആ ജിയോഗ്രഫിയിൽ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഓരോ സബ്ജക്റ്റിന്റെ കാര്യത്തിലും PGT ടീച്ചറിന്റെ കാര്യത്തിൽ പറയുന്നത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു പോവാം. കമ്പ്യൂട്ടർ സയൻസ് ആണ്, അതാണ് ഏറ്റവും വ്യക്തമായിട്ട് പറയേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ PGT കമ്പ്യൂട്ടർ സയൻസ് ആണ്. PGT കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് വയസ്സും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ MCA ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ME മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ്, ഓക്കെ, MTech ഓർ ME കമ്പ്യൂട്ടർ സയൻസ് ഓർ IT 50%, എല്ലാം 50% മാർക്ക് തന്നെയാണ്. കൂടാതെ B.Ed ഡിഗ്രി ഫ്രം NCT റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ M.Ed എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് തന്നിരിക്കുന്നത് ഞാൻ നേരത്തെ KVSന്റെ കാര്യത്തിൽ ഒരു വീഡിയോ തന്നിട്ടുണ്ട്. ഓക്കെ, അത് അതിനെപ്പറ്റി ക്ലാരിഫൈ ചെയ്യും. കാരണം നമ്മുടെ കേരളത്തിലുള്ള മിക്ക കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾക്കും B.Ed ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും
അങ്ങനെയുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അത് അവരിങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ തന്നിരിക്കുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കേസിലേക്ക് പോകുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയില് ഫീമെയില്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും സെയിം ആണ്. നെക്സ്റ്റ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ പറയുന്നത് മാസ്റ്റേഴ്സ് ഓഫ് എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ MBA ഡിഗ്രി 50% മാർക്കോടെ വേണം. ഓക്കെ, B.Ed വേണ്ട എന്നുള്ളതാണ്. ഇതിന് B.Ed നിർബന്ധമായിരുന്നു PGTക്ക്, പക്ഷെ ഫിസിക്കൽ എഡ്യൂക്കേഷന് B.Edന്റെ കാര്യം അവര് പറയുന്നില്ല. ഓക്കെ, MBA മാത്രം മതി. അടുത്ത നെക്സ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ PGT അടുത്ത വരാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്. അപ്പൊ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ ബാക്കിയെല്ലാം സെയിംസ് ആണ്. ഇവിടെയും ആ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് അംഗീകരിക്കും. അതിന്റെ മാസ്റ്റേഴ്സ് 50% മാർക്ക് B.Ed, ആ ലാംഗ്വേജിലുള്ള B.Ed, അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 50% മാർക്കുള്ള B.Ed. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ ഇത്രയുമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കാര്യത്തിൽ പറയുന്നത്. ഇത്രയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കാര്യത്തിലേക്കുള്ളത്. എവിടം വരെ? നമ്മുടെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് വരെ ഉള്ളത് അല്ലേ. അപ്പം ബാക്കിയുള്ള എല്ലാ ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റ് ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് കേട്ടോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ട്. ഇത്രയുമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ NVS വിളിക്കാൻ പോകുന്നത്, NVSൻ്റെത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് TGT ആണ്. TGT കോഴ്സിൽ TGTയുടെ പോസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിലേക്ക് പോകുമ്പോൾ അതിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറയാം. ഗ്രൂപ്പ് ബി ആണ്, ലെവൽ 7 ആണ് കേട്ടോ. പേ മാട്രിക്സ് 7 ആണ്. 44,900, 1,42,000. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞതിനൊക്കെ ഏകദേശം 1 lakh അടുപ്പിച്ച് നമുക്ക് സാലറി ഫസ്റ്റ് മന്ത് തന്നെ ലഭിക്കുന്ന തരത്തിലാണ് അതിന്റെ പേ മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു 8th ഇപ്പോൾ ഉടനെ സാങ്ഷൻ ആവുമെന്ന് പറഞ്ഞു, 8th പേ മാട്രിക്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഓക്കെ, സെയിം ആസ് PGT പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിഗ്രി എന്ത് ചെയ്യണം? റിലവന്റ് ഡിഗ്രിയിൽ 50% മാർക്ക് വേണം. അതുപോലെ തന്നെ B.Ed 50% മാർക്ക് വേണം. ഓക്കെ, അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്വാളിഫൈഡ് ഇൻ ദ സെൻട്രൽ എലിജിബിലിറ്റി ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർട്ട് 2 എന്ന് പറയുമ്പോൾ CTET 2. ഓക്കെ, CTET 2. അപ്പൊ ഡിഗ്രി 50% മാർക്ക്, B.Ed 50% മാർക്ക്, അതുപോലെ തന്നെ CTET സെക്കൻഡ് 2. ഓക്കെ, ഇത്രയുമാണ് NVSന്റെയും ബേസിക് ആയിട്ടുള്ള TGTക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേണം മസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് TGT ഹിന്ദി ഉണ്ട്, TGT ഇംഗ്ലീഷ്, TGT മാത്സ്. ഇത് അതാത് സബ്ജക്റ്റിൽ ഡിഗ്രി വേണം കേട്ടോ, അതാത് സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ TGT സയൻസ്. ഓക്കെ, TGT സയൻസ് പറയുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് അവർ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. ബയോളജിക്കാർക്കും ലൈഫ് സയൻസുകാർക്കും അപ്ലൈ ചെയ്യാം. കൂടാതെ ബോട്ടണി സുവോളജിക്കാർക്കും, ബയോളജി, ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി, അതിന്റെ കോമ്പിനേഷൻസും പറയുന്നുണ്ട്. ബയോളജി, ലൈഫ് സയൻസ് പഠിച്ചവർ കെമിസ്ട്രിയും ഓർ ബോട്ടണി ഒരു സുവോളജി സബായിട്ട് പഠിച്ചിരിക്കണം. ബോട്ടണി പഠിച്ചവർക്ക് കെമിസ്ട്രിയും സുവോളജിയും സബ് ഉണ്ടായിരിക്കണം. സുവോളജി പഠിച്ചവർക്ക് കെമിസ്ട്രിയും ബോട്ടണിയും സബ് ഉണ്ടായിരിക്കണം. ഇതാണ് TGT സയൻസിന്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ സ്റ്റഡീസ്
TGT സോഷ്യൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ TGT തേർഡ് ലാംഗ്വേജ്. അതായത് സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ എനി 2 ഔട്ട് ഓഫ് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് political science at a graduation level, out of which must be either history, geography in last least 3 years or 6 semesters in graduation for years integrated degree. Elective main subject of the 2 seconds subject and the second subject at least 1 year or 2 year semesters. Okay, അവര് പറയുന്നത് any 2 subjects out of history. നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ ആ സോഷ്യൽ സയൻസ് കോഴ്സിൽ ഇത് ഏതെങ്കിലും 2 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. ഹിസ്റ്ററി, അതുപോലെ തന്നെ ജിയോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഇത് ഏതെങ്കിലും 2 എണ്ണം വെച്ചിട്ട് നിങ്ങളുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, BA സോഷ്യൽ സയൻസ് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിൽ ഹിസ്റ്ററി ഇൻക്ലൂഡ് ആയിരിക്കണം, ജിയോഗ്രഫി ഇൻക്ലൂഡ് ആയിരിക്കണം, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ, ഈ 4 ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ. അതാണ് ആ കോമ്പിനേഷൻ പറയുന്നത്. തേർഡ് ലാംഗ്വേജ്, റീജിയൻ ലാംഗ്വേജ് പറയുന്നുണ്ട് പഠിച്ചിരിക്കണം എന്നുള്ളത്. ഓക്കെ, അതാത് സംസ്ഥാനത്തിലുള്ള ലാംഗ്വേജിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് TGTയുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അടിസ്ഥാനപരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്. അവിടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കി ഏജിന്റെ കാര്യം മറ്റും എല്ലാം സെയിം ആണ്, നമ്മൾ PGTക്ക് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, TGTയിലേക്ക് വരുമ്പോഴത്തേക്ക് 40 അല്ല 35 വയസ്സാണ്, അറിയാലോ. 35 വയസ്സാണ് TGTയിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഏജിന്റെ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. 5 വർഷം റിലാക്സേഷൻ SC/STക്ക്, OBCക്ക് 3 വർഷം, ഇനി ഗേൾ ആണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ, വുമൻ ആണെങ്കിൽ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പ്ലസ് അതിന്റെ കൂടെ ഈ SC/ST OBC എന്നുള്ള ആ ഏജും കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. അപ്പൊ അത്രയും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഏജിന്റെ കാര്യത്തിൽ വരുന്നത്. മറ്റേ PGTയെക്കാളും 5 വയസ്സ് കുറവാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്. ഇനി ആ TGT കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് BCA, ഓക്കെ, ബാച്ചുലർ ഓഫ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 50% മാർക്ക്, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT 50% മാർക്ക്, അല്ലെങ്കിൽ BE ഓർ BTech ഇൻ 50% മാർക്ക് ആണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് CTET 2 പാസ്സായിരിക്കണം. ഓക്കെ, CTET 2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ, അതായത് BEdഉം 50% മാർക്ക് കേട്ടോ. BEdഉം 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് NVSന്റെയും TGT കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, KVSൽ കണ്ടതുപോലെ തന്നെയാണ് ആർട്സ് ടീച്ചർ ഉണ്ട്. അത് സെയിം ഇത് തന്നെയാണ്. ആർട്സ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആർട്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡ്രോയിങ്, പെയിന്റിങ്, സ്കൾപ്ചർ, ഗ്രാഫിക് ആർട്ട്, ഫൈൻ ആർട്സ് 50% മാർക്കോട് കൂടി. ഓക്കെ, വേറെ പിന്നെ BEd ഡിഗ്രി കേട്ടോ, അതിനൊക്കെ BEd ഉണ്ടെങ്കിൽ BEd ഡിഗ്രി 50% മാർക്ക്. ഇതാണ് പറയുന്നത്. CTET പറയുന്നില്ല. ആർട്സ് ടീച്ചറിന്റെ കാര്യത്തിൽ CTETനെ കുറിച്ച് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ BEd പ്ലസ് റെലവന്റ് ഡിഗ്രി, ഓക്കെ, ഡിഗ്രിയാണ് 50% മാർക്ക്. അതാണ് ആർട്ട് ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നേരത്തെ നമ്മൾ കണ്ടു PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ BPEd ആണ്. 50% മാർക്കോട് കൂടി BPEd ആണ് വേണ്ടത്, 50% മാർക്കോട് കൂടി. ഓക്കെ, അതുകൂടാതെ തന്നെ അതിന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതിന്റെ BEd. ഇവിടെയും എന്ത് പറയുന്നില്ല, CTET പറയുന്നില്ല. ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷന് CTETന്റെ കാര്യം പറയുന്നില്ല. CTET വേണ്ട എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത്.
ഓക്കെ. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ അടുത്ത പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മ്യൂസിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അതാത് സബ്ജക്റ്റുള്ള മ്യൂസിക്കിന്റെ മ്യൂസിക് ഓർ പെർഫോമിംഗ് ആർട്സ് ഡിഗ്രി ഇൻ മ്യൂസിക് ഓർ പെർഫോമിംഗ് ആർട്സ് 50% മാർക്ക്. അതിന്റെ B.Ed ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 50% മാർക്ക്. B.Ed ഉണ്ടെങ്കിൽ അതിന്റെ B.Ed 50% മാർക്ക് എന്നുള്ള പറയുന്നത്. C.Ted കാര്യം പറയുന്നില്ല. ഓക്കെ, മ്യൂസിക് ടീച്ചറിന്റെ കാര്യത്തിന് C.Ted കാര്യം പറയുന്നില്ല. അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ലൈബ്രറി TGT ലൈബ്രറി സെയിം TGT പോസ്റ്റിന്റെ അതേ സാലറി ആണ്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചോളണേ. TGT ലൈബ്രറിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. നിങ്ങൾ ആ ലൈബ്രറി സയൻസ് പഠിച്ചവർക്ക് എന്താണെന്നുള്ളത്. അതായത് TGT ലൈബ്രറി അപ്ലൈ ചെയ്യാനായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. പിന്നെ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും തന്നെ ഇതിൽ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് ആയിട്ടാണ് ഈ TGT ലൈബ്രറി വരുന്നത്. ഒൺലി ഡിഗ്രി മാത്രം മതി. B.Ed വേണ്ട, C.Ted വേണ്ട. ഓക്കെ, TGT ലൈബ്രറി കോഴ്സ്. ഓക്കെ, TGT ലൈബ്രറി പോസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. എന്താണ്? ഒൺലി ഡിഗ്രി, ഒൺലി DC മാത്രമേ ഇതിന് വരുന്നുള്ളൂ. വേറെ B.Ed വേണ്ട. B.Ed ഉണ്ടെങ്കിൽ C.Ted വേണ്ടി വരത്തുള്ളൂ. C.Ted പറയുന്നില്ല. B.Ed C.Ted വേണ്ട. അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റ് ആണ് NVS-ൽ TGT ലൈബ്രറി എന്നുള്ള പോസ്റ്റ്. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ലൈബ്രറി സയൻസ് പഠിച്ചവർ അല്ലെങ്കിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് പഠിച്ചവർക്ക് നല്ലൊരു പോസ്റ്റ് ആണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ സാലറി സ്കെയിലും തന്നെയാണ്. ടീച്ചിങ് വേക്കൻസി തന്നെയാണ്, നോൺ ടീച്ചിങ് വേക്കൻസി അല്ല. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു തവണ പറഞ്ഞത് KVS പോലെ നോൺ ടീച്ചിങ് ആയിരിക്കും എന്ന് കരുതി. നോൺ ടീച്ചിങ് അല്ല. NVS-ൽ ലൈബ്രറി സയൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് NVS-ൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ലൈബ്രറി സയൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അതും ടീച്ചർ പോസ്റ്റ് തന്നെയാണ്. പക്ഷെ ഉള്ളി എന്ത് മതി? DC മാത്രം മതി. B.Ed വേണ്ട, C.Ted വേണ്ട. ഇത് രണ്ടും വേണ്ട. ഓക്കെ, ലൈബ്രറി സയൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ ഇപ്പൊ ഇറക്കിയിരിക്കുന്ന ലേറ്റസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക പഠിക്കാനായിട്ട്. ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. സിലബസ് സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. റെയിൽവേയുടെ പോലെയല്ല, ഇതിന് കറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ജനറൽ പാർട്സും ഉണ്ടായിരിക്കും. ജനറൽ പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്, GA, CA, GS, IT, ഇംഗ്ലീഷ്, ഹിന്ദി പ്ലസ് പ്രൊഫഷണബിലിറ്റി അതെല്ലാം കൂടെ ചേർത്തായിരിക്കും ഒരു സെക്ഷൻ. പിന്നെ സബ്ജക്റ്റ് ഒരു സെക്ഷൻ. ഇങ്ങനെ 2 സെക്ഷൻ ആയിട്ടായിരിക്കും എക്സാമിനേഷൻ നടത്തുന്നത്. ഓക്കെ, ഈ PRT എന്ന് പറയുന്നത് പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് അത് B.Ed ഉള്ളവർക്ക് വേണ്ടി മാത്രം. B.Ed ഉള്ള ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ TGT ലൈബ്രറി സയൻസിന് പ്രൊഫഷണൽ എബിലിറ്റി ഇല്ല, പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ സിലബസ് മാറും. ബാക്കിയുള്ള എല്ലാവർക്കും സെയിം ആയിട്ടുള്ള സിലബസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? KVS പഠിക്കുന്നതോടൊപ്പം ഇതിനു വേണ്ടിയും കൂടി എന്ത് ചെയ്യുക? തയ്യാറാകുക. ഓക്കെ, ഇതും KVS വിളിച്ച ഉടനെ തന്നെ ഇത് NVS-ന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നവോദയ വിദ്യാലയ സമിതി നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.